ഹലോ. ഇന്ന് നമുക്ക് ഒരു വെറൈറ്റി വീഡിയോ ആയാലോ? വീട്ടിൽ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളെല്ലാം വെച്ച് എങ്ങനെയാണ് വീട്ടിൽ KFC തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ? പോകാം വീഡിയോയിലേക്ക്. ഇപ്പം ഞാനിന്നിവിടെ എടുത്തിരിക്കുന്നത് 4 ലെഗ് പീസും 2 ബ്രസ്റ്റ് പീസുമാണ് കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് ആദ്യം വേണ്ടത്, എൻ്റെ കയ്യിൽ ബട്ടർ മിൽക്ക് ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അതിന് വേണ്ടി ചെയ്തത് ഒരു പാകത്തിനുള്ള പാലും ഒരു ലെമണിൻ്റെ ഹാഫ് ലെമൺ കൂടി എടുത്തിട്ട് മിക്സ് ചെയ്യുകയാണ് ആദ്യം ചെയ്യുന്നത്. അപ്പം ഞാൻ പാലിവിടെ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഈ ഇരിക്കുന്ന ലെമണിൻ്റെ ഹാഫ് ലെമൺ ആഡ് ചെയ്യാം. ഇപ്പം ഞാൻ ലെമൺ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിനിപ്പം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഒരു 15 മിനിറ്റത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചാൽ മതിയാവും. അപ്പം ഞാനതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ചിക്കൻ ഞാനിവിടെ കഴുകി വെള്ളം പോകാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം നമുക്ക് വേണ്ടത് വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയൊരു പീസ് സവാള. ഇത്രയും നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം കേട്ടോ. ഞാനിതിവിടെ ഓൾറെഡി അരച്ചെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 2 സ്പൂൺ എടുത്ത് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിരിക്കുന്ന പാലിൻ്റെ ആ മിക്സ് ഉണ്ടല്ലോ, അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാം. ഇപ്പം ഞാൻ ഇളക്കാമെന്നും പറഞ്ഞ് പൊന്നു വന്ന് ഇളക്കുന്നതാണ് കേട്ടോ കാണുന്നത്. അപ്പം നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചു. ഇനിയിപ്പം നമുക്ക് അതിൻ്റെ അകത്തേക്ക് പൊടികൾ ആഡ് ചെയ്യാം. ഞാൻ എടുത്തിരിക്കുന്ന പൊടികൾ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സാധാ മുളക് പൊടി എടുക്കണമെങ്കിൽ എടുക്കാം. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമ്മൾ ആദ്യം എടുത്ത ലെമണിൻ്റെ ബാക്കി ലെമൺ കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ ഉപ്പിട്ടില്ലായിരുന്നു. അപ്പം ചിക്കന് ആവശ്യത്തിനുള്ള ഉപ്പും ഇവിടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് ചേർക്കാം. ഞാനിവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമ്മളിത് മാരിനേറ്റ് ചെയ്ത് വെക്കുകയല്ല ചെയ്യുന്നത്. ചിക്കൻ നന്നായിട്ട് സോക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ ചിക്കൻ നന്നായിട്ട് സോഫ്റ്റ് ആവും. അപ്പം നമ്മൾ എല്ലാം ഇങ്ങനെ സോക്ക് ചെയ്ത് വെച്ചിട്ട് ഒരു 6 മണിക്കൂർ ഫ്രിഡ്ജിൻ്റെ അകത്ത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം കേട്ടോ. ഇപ്പം 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് 2 മിക്സ് റെഡിയാക്കണം. അതിൽ ആദ്യത്തെ മിക്സ് എന്താണെന്ന് നോക്കാം. അതിൻ്റെ അകത്തേക്ക് ഞാൻ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് 2 സ്പൂൺ കോൺഫ്ലോർ കൂടി ആഡ് ചെയ്യുന്നു. പിന്നെ ഒരു മുട്ട കൂടി പൊട്ടിച്ചൊഴിച്ച് പൊടിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് അത് മിക്സ് ചെയ്തിട്ട് അത് നമുക്ക് ലിക്വിഡ് ഒരു ഗ്രേവി രൂപത്തിലാക്കണം. അപ്പോൾ അതിന് ബാക്കി പച്ചവെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് നന്നായിട്ട് ഗ്രേവി പോലെ ആക്കുക. ഞാനതിപ്പോൾ ഇങ്ങനെ ഗ്രേവി പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത മിക്സ് റെഡിയാക്കാനായിട്ട് 1 കപ്പ് മൈദ, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ 2 മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ തണുപ്പ് മാറാനായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്തിട്ട് ആദ്യം ചിക്കൻ എടുത്ത് നമ്മുടെ ഗ്രേവിയിൽ മുക്കുക. അതിന് ശേഷം നമ്മുടെ ഡ്രൈ മിക്സിൻ്റെ അകത്തേക്ക് മുക്കി എടുത്ത് എല്ലാ ചിക്കൻ പീസും അങ്ങനെ മുക്കിയെടുക്കുക. അതിന് ശേഷം നമ്മുടെ അടുപ്പ് കത്തിച്ച് ഒരു കുഴിയുള്ള പാത്രം അടുപ്പത്ത് വെക്കുക. എനിക്ക് കുഴിയില്ലാത്ത പാത്രം ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഈ പാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടായതിന് ശേഷം ചിക്കൻ കുറേശ്ശെ പൊള്ളിച്ചെടുക്കുക. മൊത്തത്തോടെ ഇടുന്നതിനേക്കാളും നല്ല കുറേശ്ശെ പൊള്ളിച്ചെടുക്കുന്നതായിരിക്കും കേട്ടോ. തീ ലോ ഫ്ലെയിമിൽ ഇടുക, അല്ലെങ്കിൽ ചിക്കൻ്റെ ഉൾഭാഗം വേഗത്തില്ല. അപ്പോൾ കുറേശ്ശെ ഇങ്ങനെ പൊള്ളിച്ചെടുക്കുക. ഇപ്പം ഞാനിങ്ങനെ 3 എണ്ണമാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. അത് എനിക്ക് കുഴിയില്ലാത്ത പാത്രം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ. അപ്പോൾ ഇത് വെന്തതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കുക. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള KFC റെഡി ആയിട്ടുണ്ട്. അപ്പം വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ ബൈ.